ആരെയും ഒരു ആവേശത്തിൽ കയറി പ്രിയപ്പെട്ടതാക്കരുത്. സമയം മാറുമ്പോൾ മനുഷ്യരും മാറും. നമ്മൾ മനുഷ്യരെല്ലാവരും മാറ്റങ്ങൾക്ക് വിധേയരാണ്. ഒരുപാട് മാറി മാറിയാണ് നമ്മൾ ഇന്നത്തെ നമ്മളായത്. കാലം മാറും, സാഹചര്യം മാറും, സ്വഭാവം മാറും. അപ്പോൾ നമ്മളും മാറും. ഒരിക്കൽ അത്രമേൽ പ്രിയപ്പെട്ടതായിരുന്നതൊക്കെ കാലം നമുക്ക് വെറും പരിചയക്കാരാക്കിയിട്ടുണ്ട്. ചിലരെ ഓർമ്മയിൽ നിന്ന് പോലും മായ്ച്ചിട്ടുണ്ട്. ഇതൊക്കെയാണെങ്കിലും പ്രിയപ്പെട്ടതെന്ന് കരുതി ചേർത്ത് വെച്ചതൊക്കെ നമ്മളിൽ നിന്ന് ഇങ്ങനെ അകലുമ്പോൾ മനസ്സ് വല്ലാതെ നൊമ്പരപ്പെടാറുണ്ട്. നമ്മളെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കാൻ കഴിയുന്നതും ആ പ്രിയപ്പെട്ടവർക്ക് തന്നെയായിരിക്കും. പണ്ടൊരു കഥ വായിച്ചതോർക്കും. ഒരു വേട്ടക്കാരനും പുള്ളിമാനും തമ്മിൽ സുഹൃത്തുക്കളായി. അങ്ങനെ ഇരിക്കെ ആ പുള്ളിമാൻ ഒരിക്കൽ അമ്പേറ്റു. പിടഞ്ഞുകൊണ്ട് ആ മാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ കയ്യിൽ വില്ലുമായി നിൽക്കുന്ന തൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തിനെ കണ്ടു. മരിക്കുന്നതിന് മുമ്പ് ആ മാൻ തൻ്റെ സുഹൃത്തിനോട് പറഞ്ഞു, അമ്പ് കൊണ്ടപ്പോൾ വേദന തോന്നിയില്ല, പക്ഷേ ആ വില്ല് നിന്റെ കയ്യിലിരിക്കുന്നത് കണ്ടപ്പോൾ വല്ലാതെ വേദനിച്ചു. എല്ലാത്തിൻ്റെയും പ്രധാന കാരണം ഒന്നേ ഉള്ളൂ. ഇറ്റ്സ് ഓൾ അബൌട്ട് പ്രയോറിറ്റി. നമ്മുടെ പ്രയോറിറ്റിക്കനുസരിച്ചാണ് ഒരാൾ നമുക്ക് പ്രിയപ്പെട്ടതാകുന്നതും അല്ലാതാകുന്നതും. നമ്മുടെ ഫോണിലെ കോണ്ടാക്ട് ലിസ്റ്റിൽ എത്ര എണ്ണം ഇങ്ങനെ മൗനമായി കിടപ്പുണ്ട്? ഒരിക്കൽ ആദ്യം വിളിച്ചിരുന്ന, പിന്നീട് ഒരുപാട് നേരം സംസാരിച്ചിരുന്ന ആ നമ്പറിലേക്ക് ഇപ്പോൾ ഒരു കോള് പോയിട്ട് എത്ര നാളായി? അതുകൊണ്ട് പെട്ടെന്നുള്ള ആവേശത്തിൽ ആരെയും പ്രിയപ്പെട്ടതാക്കി മാറ്റും. ആരുടെയും പ്രിയപ്പെട്ടതാകാനും പോകരുത്. കാരണം ഇത് രണ്ടിൽ ആരുടെയെങ്കിലും മനസ്സ് വിഷമിപ്പിക്കും, അല്ലെങ്കിൽ രണ്ടുപേരെയും വേദനിപ്പിക്കും. സോ ഇഫ് യു ആർ എൻറ്ററിങ് ഇൻ ടു എ റിലേഷൻഷിപ്പ്, either it's love or a friendship, to be prepared how to feel the pain.